പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴും സങ്കീർണമാണ്. അടുത്തിടെ നടന്ന ഇറാൻ-അമേരിക്ക സംഘർഷങ്ങളിൽ അമേരിക്ക ലക്ഷ്യമിട്ട കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞോ? പ്രമുഖ വാർത്താ പോർട്ടലുകൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ ഈ സൈനിക നീക്കം പരാജയമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ലോകശക്തിയായ അമേരിക്കയ്ക്ക് ഇറാനിൽ അടിപതറിയത്? അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രധാന ലക്ഷ്യം ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതായിരുന്നു. ബോംബിങ്ങിലൂടെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാമെന്ന് അവർ കരുതി. എന്നാൽ ഫലം നേരെ തിരിച്ചായിരുന്നു. വിദേശ ആക്രമണമുണ്ടായപ്പോൾ ആഭ്യന്തര തർക്കങ്ങൾ മറന്ന് ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിനായി ഒന്നിക്കുന്നതാണ് കണ്ടത്. ഇതിനെ റാലി അറൌണ്ട് ദ ഫ്ലാഗ് എഫക്റ്റ് എന്ന് വിളിക്കുന്നു. കൂടാതെ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി തകർക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ നിയന്ത്രണം തകർക്കാൻ കഴിയാത്തത് അമേരിക്കയുടെ വലിയൊരു നയതന്ത്ര പരാജയമായി മാറുകയും ചെയ്തു. രണ്ടാമത്തെ പ്രധാന ഘടകം ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടായ ആഘാതമാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. അമേരിക്കയിൽ തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഈ വിലക്കയറ്റം ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കി. ഇറാന്റെ മിസൈൽ പ്രത്യാക്രമണങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചതും അമേരിക്കൻ ആയുധ ശേഖരത്തിലുണ്ടായ വലിയ കുറവും യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു. അമേരിക്കയുടെ പല സഖ്യകക്ഷികളും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സൈനിക നീക്കത്തോട് പൂർണ്ണമായി സഹകരിച്ചില്ല. ഇത് അമേരിക്കയെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ചരക്ക് നീക്കം തടസ്സപ്പെട്ടതും എണ്ണവില വർദ്ധിച്ചതും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. ഇറാനിലെ ചബഹാർ തുറമുഖം പോലുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നിക്ഷേപങ്ങൾ അപകടത്തിലായി. എന്നാൽ നയതന്ത്രപരമായി ഇന്ത്യ പുലർത്തിയ നിശബ്ദത വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ചുരുക്കത്തിൽ വ്യക്തമായ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ലാതെ യുദ്ധത്തിലേക്ക് ചാടി വീണതാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയായത്. ഇറാന്റെ ആഭ്യന്തര കരുത്തിനെയും പ്രതിരോധ ശേഷിയും അവർ വില കുറച്ച് കണ്ടു. വെറും ബോംബിംഗ് കൊണ്ട് രാജ്യത്തെ കീഴടക്കാമെന്ന അമേരിക്കൻ സങ്കല്പം ഒരിക്കൽ കൂടി തകർക്കപ്പെട്ടിരിക്കുന്നു. ഈ പരാജയം വരും വർഷങ്ങളിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ കാരണമായേക്കും.